മാവൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഒളിക്യാമറ സ്ഥാപിച്ച വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ക്യാമറ സ്ഥാപിച്ച താൽക്കാലിക ജീവനക്കാരൻ 2 വർഷം തന്റെ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ കണ്ടതായി LDF ആരോപിച്ചു. ജീവനക്കാരനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഇടതംഗങ്ങൾ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചു. മാവൂർ ഗ്രാമപഞ്ചായത്തിലെ ഒളിക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരനായ ടെക്നിക്കൽ അസിസ്റ്റന്റാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെയും പ്രസിഡന്റിൻ്റെയും ഭരണസമിതിയുടെയും അനുമതിയില്ലാതെ പഞ്ചായത്ത് ഓഫീസിൽ ക്യാമറ സ്ഥാപിച്ചത്. പഞ്ചായത്തിലെ വനിതാ ജീവനക്കാർ ഇത് കണ്ടെത്തുകയായിരുന്നു. 2 വർഷമായി ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ താൽക്കാലിക ജീവനക്കാരനായ ടെക്നിക്കൽ അസിസ്റ്റന്റിൻ്റെ മൊബൈൽ ഫോണിൽ കാണാവുന്ന തരത്തിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതായും പറയപ്പെടുന്നു. ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണമാണ് ജീവനക്കാരനെതിരെ ഉയർന്നിരിക്കുന്നത്. ജീവനക്കാർ പരാതി അറിയിച്ചതോടെ സർവർ റൂമിൽ അനുമതിയില്ലാതെ സ്ഥാപിച്ച ക്യാമറ നീക്കം ചെയ്യുകയായിരുന്നു. പഞ്ചായത്തിൽ എവിടെയൊക്കെ ഇത്തരം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ജീവനക്കാരന് എന്തൊക്കെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും ഉള്ള വിവരങ്ങൾ സൈബർ പോലീസിൻ്റെ സഹായത്തോടെ കണ്ടെത്തണമെന്ന് LDF അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ക്യാമറ സ്ഥാപിച്ച താൽക്കാലിക ജീവനക്കാരനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി യോഗം ബഹിഷ്കരിച്ച് LDF അംഗങ്ങൾ പ്രകടനവും നടത്തി. ഒളിക്യാമറ സ്ഥാപിച്ച റാഷിദിനെ പുറത്താക്കുക. പഞ്ചായത്ത് ഓഫീസിൽ ഒളിക്യാമറ സ്ഥാപിച്ച റാഷിദിനെ പുറത്താക്കുക. അംഗങ്ങളായ KP ചന്ദ്രൻ, NK ഗിരീഷ്, C ചന്ദ്രിക, T മിനി, C പ്രേമലത തുടങ്ങിയവർ പങ്കെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് LDF മാവൂർ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. അതേസമയം പഞ്ചായത്ത് ഓഫീസിൻ്റെ സർവർ റൂമിൽ ക്യാമറ സ്ഥാപിച്ച കാര്യം അറിഞ്ഞിരുന്നില്ലെന്നും സംഭവം ജീവനക്കാർ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ നീക്കം ചെയ്തിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് C മുനീറത്തും പറഞ്ഞു. പഞ്ചായത്ത് ഓഫീസിൽ ഒളിക്യാമറ സ്ഥാപിച്ച താൽക്കാലിക ജീവനക്കാരനെ മാറ്റി നിർത്തി സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും CPM ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, മാവൂർ.